ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2 ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസിയേഷൻ 2 ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേഷനെ കുറിച്ചിട്ടായിരുന്നു ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇനി അതിൻ്റെ അടുത്തൊരു ലെവലിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂളിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് മോണോട്ടോണിക് ഫംഗ്ഷൻ ആൻഡ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ടെസ്റ്റ്, അത് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളതാണ്. പിന്നെയാണ് ഇന്റർമീഡിയറ്റ് ഫോം ആൻഡ് എൽ ഹോസ്പിറ്റൽസ് റൂൾസ്, അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അപ്ലൈഡ് ഒപ്റ്റിമൈസേഷൻ. ഈ 3 മെയിൻ ടോപ്പിക്സ് ആണ് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? അപ്പം നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോകാം. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് നോക്കൂ, മോണോട്ടോണിക് ഫംഗ്ഷൻ ആൻഡ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ മോണോട്ടോണിക് ആൻഡ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് മോണോട്ടോണിക്സിറ്റി, എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മോണോട്ടോണിക് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വിശദമായിട്ട് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാം. ഓക്കെ, ചെറിയൊരു മൊഡ്യൂളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിന് നല്ല സ്കോർ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പഠിക്കാവുന്നത് എന്താണ്, എ ഫംഗ്ഷൻ ഈസ് എ മോണോട്ടോണിക് if it always increasing or always a decreasing in an interval, ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലില് എന്തായിരിക്കണം, ഒന്നില്ലെങ്കിൽ ഓൾവേസ് ഡിക്രീസിങ് അല്ലെങ്കിൽ ഓൾവേസ് ഇൻക്രീസിങ്, ഈ ഒരു ലെവലിലായിരിക്കണം എന്തുണ്ടായിരിക്കട്ടെ, ആ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. ഒരു ഇന്റർവെല്ലിനുള്ളിൽ അതെന്തായിരിക്കണം, ഒന്നില്ലെങ്കിൽ അത് എപ്പോഴും ഇൻക്രീസിങ്ങിലോട്ട് അല്ലെങ്കിൽ എപ്പോഴും ഡിക്രീസിങ്ങിലോട്ടായിരിക്കണം. അല്ലെങ്കിൽ അതായത് എന്താവാൻ പാടില്ല, അതിൻ്റെ ഇടയിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, എപ്പോഴും ഒരേ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കണം അത് പോകേണ്ടത്. ഇവിടെ പറഞ്ഞു നോക്കൂ, ഇറ്റ് നെവർ ചേഞ്ച് ഡയറക്ഷൻ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യില്ല. ഇൻക്രീസിങ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ എന്താ പറയുക, ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഇൻക്രീസിങ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സീറോനേക്കാൾ വലുതും. ഓക്കെ, നമുക്കിവിടെ എന്തായിരിക്കും, സീറോനേക്കാൾ വലുതും അതുപോലെ തന്നെ അതല്ലെങ്കിൽ സീറോനേക്കാൾ ചെറുതുമായിരിക്കും എന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ ആണോ? ഇനി നമ്മൾക്ക് എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഓഫ്, എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ചാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു ഫൈൻഡ് എ ലോക്കൽ മാക്സിമ ആൻഡ് മിനിമം. ഓക്കെ, മാക്സിമം മിനിമവും കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അഥവാ ദ ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് പോയിന്റ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ എന്താണ്, ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ചേഞ്ചസ് ഫ്രം ദ പോസിറ്റീവ് ടു നെഗറ്റീവ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണെങ്കിൽ അവിടെ കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോക്കൽ മാക്സിമം ആയിരിക്കും. അറ്റ് സി, സി എന്ന് പറയുന്ന പോയിന്റിൽ അത് മാക്സിമം ആയിരിക്കും. അതുപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോക്കൂ, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലെങ്കിൽ അഥവാ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ അവിടെ പറയുന്നത് മിനിമം അറ്റ് ലോക്കൽ മിനിമം അറ്റ് സി എന്നാണ് അതിൽ പറയുന്നത്. ഇതിങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന നോക്കുന്നത്, അതായത് നമ്മൾ അതിന്റെ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. ഫൈൻഡ് ദി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ ടു ലെറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ബി ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ് അല്ലെ. നമ്മളിവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിവിടെ എഫ് ഓഫ് എക്സ് ആണ് എടുക്കുന്നത് വിചാരിക്കൂ. എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് കാണേണ്ടത്. എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് കാണേണ്ടത്. അടുത്തത് എന്താണ്, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ എഫ് ഡാഷിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് കാണണം. എന്ത് ചെയ്താൽ മതി, എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുത്താൽ നമുക്കത് കിട്ടും. എന്നിട്ട് അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണണം. അപ്പോൾ ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ് വേർ ദ ഫംഗ്ഷൻ കുഡ് ഹാവ്
എ മാക്സിമം ഓർ എ മിനിമം. നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഒരു മാക്സിമവും അതുപോലെ തന്നെ ഒരു മിനിമവും കിട്ടുന്നതാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ദ സൈൻ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ്. നമ്മൾ കിട്ടിയിട്ടുള്ള എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് സൈൻ ചെക്ക് ചെയ്യണം. പിക്ക് എ നമ്പർ ജസ്റ്റ് ബിഫോർ ആൻഡ് ജസ്റ്റ് ആഫ്റ്റർ ദ ക്രിട്ടിക്കൽ പോയിന്റ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ പോയിന്റ് മുൻപുള്ള ഒരു നമ്പറും അതുപോലെ തന്നെ ശേഷമുള്ള ഒരു നമ്പറും നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു? പിക്ക് ചെയ്യാം. ദെൻ ചെക്ക് വെദർ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് പോസിറ്റീവ് ഇൻക്രീസിങ് ഓർ നെഗറ്റീവ് ഡിക്രീസിങ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? അതിൽ ചെക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്? ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ചേഞ്ചസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഇറ്റ് ഈസ് ലോക്കൽ മിനിമം, ലോക്കൽ മാക്സിമം, ആൻഡ് if f dash of x changes from the negative to positive it is local minimum. If f dash of x doesn't change the sign is neither be maximum nor be minimum. അതായത് ഇപ്പോൾ ഒരു ചേഞ്ചും അവിടെ ഉണ്ടാവുന്നില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നില്ല? മിനിമം ഉണ്ടാവുന്നില്ല, മാക്സിമവും ഉണ്ടാവുന്നില്ല. ക്ലിയർ ആണോ? ഓക്കെ, നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഏതാണ് എക്സാമ്പിൾ? നോക്കൂ. f of x is equal to x square, sorry, x cube ആണ് ട്ടോ. x cube minus 3x square plus 4. ഓക്കെ, എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 4. അപ്പൊ ആദ്യം നമ്മളോട് എന്താ പറഞ്ഞത്? എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് കാണേണ്ടത് അല്ലെ? ആദ്യം നമ്മളതിലെ എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് കാണേണ്ടത്. നമുക്കറിയാലോ ഇതിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിലും അതിന് മുമ്പത്തതിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 3x സ്ക്വയർ മൈനസ് ഇതിങ്ങോട്ട് വരുമ്പോ 6x, അതെന്തായി പോവും? 4 കോൺസ്റ്റന്റ് ആണ് അല്ലെ? നമുക്കിവിടെ അറിയാം 4 എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സാധാരണ എഴുതുന്നുണ്ട്. അപ്പൊ 3x സ്ക്വയർ മൈനസ് 6x കിട്ടി. ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ കിട്ടിയിട്ടുള്ളതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? അതായത് 3x സ്ക്വയർ മൈനസ് 6x ഇസ് ഈക്വൽ ടു 0 എന്ന് കൺസിഡർ ചെയ്യണം. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. എങ്ങനെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണാ? നമ്മൾക്കറിയാം അല്ലെ? എന്താണ് ഇത്? നമ്മൾ 3നെ അതുപോലെ തന്നെ എക്സ് രണ്ടിലും എന്താണ് കോമൺ ആണ്. അപ്പൊ നമ്മൾ പുറത്തെടുക്കുന്നു. 3x, ഇവിടെ എന്തുണ്ടാവും ബാക്കി? അവിടെ ഒരു എക്സ് ഉണ്ടായിരിക്കും. ഇവിടെ ഒരു എക്സ് പോയി മൈനസ് ഇവിടെ 2 വരും. ദാറ്റ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഇവ രണ്ടും ആണ് എന്തെന്ന് പറയുന്നത്? ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്ത് ചെയ്യണം? നമ്മൾ ചെക്ക് ദ സൈൻസ് എന്നാണ് നമ്മളോട് പറഞ്ഞത് അല്ലെ? എങ്ങനെയാണ് സൈൻ കാണാ? നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുത്തു നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 0 പറയുമ്പോ ഓക്കെ, അങ്ങനല്ല, അറൗണ്ട് കേട്ടോ. അറൗണ്ട് എക്സ് ഈസ് ഈക്വൽ ടു 0 നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. അപ്പൊ നമ്മള് ആദ്യം എന്ത് ചെയ്യണം? എക്സ് ഈസ് ഈക്വൽ ടു 1.5. ഓക്കെ, 1.5. അപ്പൊ നമ്മളിപ്പോ കിട്ടിയ എഫ് ഡാഷ് ഓഫ് എക്സിലോട്ട് ഇട്ട് കൊടുത്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? 1.5 ഇട്ട് കൊടുക്കുമ്പോ അത് 0നേക്കാൾ വലുതാണോ ചെറുതാണോ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ 1.5 ആണല്ലോ. ഇപ്പൊ കിട്ടിയ എഫ് ഡാഷ് ഓഫ് എക്സിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 1.5 ഇട്ട് കൊടുക്കുക, ഇവിടെ 1.5 ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് വരും? കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സോറി, ഓക്കെ, കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്തായിരിക്കും വരിക? സോറി, നമ്മളിവിടെ പറഞ്ഞോണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ അറൌണ്ട് 0 ആണല്ലോ എടുക്കുന്നത്. ഇവിടെ 3 ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മള് അറൌണ്ട്
എക്സ് ഈസ് ഈക്വൽ ടു 0 ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മള് എക്സിന് നമ്മളിവിടെ ഫസ്റ്റത്തെ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു -1 എടുത്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടും? എഫ് ഡാഷ് ഓഫ് -1 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 3 + 6 is equal to 9 ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? 0-നേക്കാള് വലുതാണ് അല്ലെ. ഇനി അതുപോലെ തന്നെ അടുത്തത് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു എന്തെടുക്കാം? എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് 1 എടുത്ത് നോക്കാം. ഇവിടെ -1 ആണ് കേട്ടോ അടുത്തതുള്ളത്. അപ്പോൾ അടുത്തത് നമ്മൾ 1 എടുക്കുന്നു. ദെൻ അതിന്റെ നോക്കുന്നു എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 3 - 6 ആണ് വരിക. 3 - 6 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ -3 എന്ന് വരിക. അതെന്ന് പറയുന്നത് എന്താണ്? 0-നേക്കാൾ ചെറുതാണ് അല്ലെ. അപ്പൊ നമുക്ക് അറിയാം 0-നേക്കാൾ ചെറുതായതുകൊണ്ട് തന്നെ 0-നേക്കാൾ ചെറുതാണ്. അപ്പൊ ഇതെന്താണ് ആവുന്നത്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. സോ ദ ലോക്കൽ മാക്സിമം ഓഫ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. ലോക്കൽ മാക്സിമം എക്സ് എപ്പോഴാണ് ഇതാവുന്നത്? 0-ലാവുമ്പോഴാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? എക്സ് ഈസ് ഈക്വൽ ടു, അതായത് അറൌണ്ട് എക്സ് ഈസ് ഈക്വൽ ടു 2 ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഈസ് ഈക്വൽ ടു 2 അറൌണ്ട് ആയിട്ടുള്ള നമുക്ക് ആദ്യത്തെ 1.5 എടുത്ത് നോക്കാം. 1.5 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് 1.5 എന്ന് പറയുന്നത് നമുക്ക് എന്ത് മനസ്സിലായി? അത് ചെറുതാണെന്ന് മനസ്സിലായി അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ഈസ് ഈക്വൽ ടു 2.5 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ എഫ് ഡാഷ് ഓഫ് 2.5 എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓഫ് 0 ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഇത് എങ്ങനെയാ പോണത്? ഇത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് പോകുന്നത്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അതെന്താണ്? ലോക്കൽ മിനിമം ആണ്. ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്നാണ് അവിടെ വരുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇതേ മോഡലില് വേറൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതായത് നമ്മളിപ്പോ ഇനി നമുക്ക് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x³ - 6x² plus 9x plus 50. Find the local maximum and minimum of this function ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് എക്സ് കാണണം. എങ്ങനെ എഫ് ഡാഷ് ഓഫ് എക്സ് കാണാൻ നമ്മൾ പറഞ്ഞത്? എഫ് ഡാഷ് ഓഫ് എക്സ് കാണുന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇതിന്റെ കാണാന്ന് പറയുമ്പോ നമുക്ക് എന്ത് വരും? 3x² - 12x plus 9 നമുക്ക് കിട്ടും. ഇതിനടുത്തെന്ന് പറയുന്നത് എന്ത് ചെയ്യണേ? എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൺസിഡർ ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? 3x² plus 2x plus 9 is equal to 0 അല്ലെ. 9 is equal to 0. ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്ത് ചെയ്യണം? അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ് നമ്മൾ അടുത്തത് കാണേണ്ടത്. ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ കിട്ടുന്നറിയോ? എക്സ് ഈസ് ഈക്വൽ ടു 1ഉം അതുപോലെ തന്നെ എക്സ് ഈസ് ഈക്വൽ ടു 3യുമാണ് നമ്മൾക്ക് കിട്ടാം. ഓക്കെ, ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിരിക്കും. ഇനി അടുത്ത് എന്താണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? അറൌണ്ട് ദ 2 നമ്പേഴ്സ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യാൻ പോണം? അറൌണ്ട് എക്സ് ഈസ് ഈക്വൽ ടു 1. നേരത്തെ നമുക്ക് വേണമെങ്കിൽ എന്തെടുക്കാം?
0 എടുക്കാം, അതിന് തൊട്ട് മുകളിൽ 2 എടുക്കാം, ഒക്കെ നമ്മുടെ ഇഷ്ടം. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇവിടെ 0 ആണ് എടുക്കുന്നത് വിചാരിക്കുക, 0 എടുത്ത് വിചാരിക്കാം. അപ്പൊ 0 ആണെങ്കിൽ നമുക്ക് അവിടെ എന്തായിരിക്കും വരിക? അപ്പൊ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 9 വരും. 9 എന്ന് പറയുന്നത് എന്താണ്? 0-നേക്കാൾ വലുതാണ്. ദെൻ അടുത്തത് പറയുന്നത് നമ്മൾ എന്തെടുക്കുന്നു? 2 എടുക്കുന്നു. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? 3. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫൈനലായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് -3 വരിക. ഓക്കെ, അപ്പൊ -3 അറിയുമ്പോൾ എന്താണ്? 0-നേക്കാൾ ചെറുതാണ്. സോ ഇവിടെ എന്ത് ചെയ്യുന്നത്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് പോണത്. സോ അതെന്താണ്? ലോക്കൽ മാക്സിമം ആണ്. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? x = 3 എന്ന് എടുക്കണം. നമ്മൾ x കൺസിഡർ ചെയ്യുന്നത് 3 വെച്ചിട്ടാണ്. അപ്പൊ തൊട്ട് അടുത്തുള്ള നമ്പേഴ്സിൽ പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ എടുക്കാം? നമ്മള് ഏതെടുക്കുന്നത്? നമുക്ക് 3 ആകുമ്പോ 4 എടുക്കാം അല്ലെ? ഓക്കെ, നമ്മള് 4 എടുക്കുമ്പോ നമുക്ക് എന്ത് കിട്ടേ? അത് 9 ആണ് വരിക. സോ 9 എന്താണ്? 0-നേക്കാൾ വലുതാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് x = 3 എടുക്കുമ്പോൾ അതെന്താണ്? ലോക്കൽ മിനിമം ആണ്. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ എന്ത് ചെയ്യാ? ഞാൻ 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരാം, ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് നന്നായി വർക്ക്ഔട്ട് ചെയ്യണം, എന്ത് മാത്രം നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ തരാം. f of x = x⁴ minus 4x³ plus 6. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, f of x = x² into e⁻⁻x. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കാം. അടുത്തത് ഇനി നമ്മൾ ടോപ്പിക് എന്ന് വെച്ചാൽ ഇന്റർമീഡിയറ്റ് ഫോം ആൻഡ് എൽ ഹോപ്പിറ്റാസ് റൂൾസിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതില് നമ്മൾ ഇനി നോക്കാം. വാട്ട് ഈസ് എ ഇന്റർമീഡിയറ്റ് ഫോം? സോറി, ഇന്റർമീഡിയറ്റ് അല്ലട്ടോ, ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഇന്റർമീഡിയറ്റ് നമുക്ക് വേറെ പഠിക്കാൻ വരുന്നുണ്ട്. ഓക്കെ, ഇൻഡിറ്റർമിനേറ്റ് ഫോം ആൻഡ് എൽ ഹോപ്പിറ്റാസ് റൂൾസിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഇൻഡിറ്റർമിനേറ്റ് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയോ? അതായത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ളത് തന്നെയാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കിവിടെ നമുക്കറിയാം 0/0 ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ∞/∞, അതുപോലെ തന്നെ 0 × ∞, then ∞−∞, then 0⁻0, then ∞⁻0, then 1⁻∞. ഓക്കെ, ഇതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സാധനത്തിനെയാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, when you evaluate a limit in a calculus and end with an undefined or confusing result, like അതായത് ഇങ്ങനെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് x → 0 sin x/x. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇത് എന്ത് വരും? 0/4 വരും അല്ലെ?
0/4. അപ്പൊ ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഡിറ്റർമിനേറ്റ് ഫോമിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത് നമ്മൾ എൽ ഹോപ്പിറ്റാസ് റൂൾസിനെ കുറിച്ചിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇൻഡിറ്റർമിനേറ്റ് ഫോമിനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഇതിനെ അപ്ലൈഡ് ആയിട്ടാണ് എൽ ഹോപ്പിറ്റാസ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാവും നമ്മൾ ഇങ്ങനെ വരുന്ന ഇൻഡിറ്റർമിനേറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ആക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0/0 ഫോം, അതുപോലെ തന്നെ ഇൻഫിനിറ്റി ഫോമിനൊക്കെ നമ്മൾ ഈ എൽ ഹോപ്പിറ്റാസ് റൂൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. അതായത് ഇപ്പൊ നമ്മൾക്കിപ്പോ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ, ഇഫ് the limit, if a limit എന്താണ്, limit x tends to a, then f of x by g of x is equal to in the form of 0/0 or the infinity/infinity form ആണെങ്കിൽ then you can apply the എൽ ഹോപ്പിറ്റാസ് റൂൾ. എന്താണ് എൽ ഹോപ്പിറ്റാസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, the limit x tends to a, the f of x by g of x is equal to in the form of limit x tends to a, f dash of x by g dash of x. നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുക, രണ്ട് ഫംഗ്ഷന്റെയും ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ടോപ്പ് ആൻഡ് ബോട്ടം സെപ്പറേറ്റ്ലി. രണ്ടും വേറെ വേറെ ആയിട്ടാണ് ഡെറിവേറ്റീവ് കാണേണ്ടത്. മനസ്സിലായോ? അതിന്റെ എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ എടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഏതാണ്, ലിമിറ്റ് x tends to a, അല്ല 0 sin x by x. ഇതെന്താണ് നമുക്കറിയാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 0/0 ഫോം ആയിരിക്കും നമുക്ക് വരിക അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എഫ് ഡാഷ് ഓഫ് എക്സ് കാണണം. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, കോസ് എക്സ് ആണ്. അതുപോലെ തന്നെ ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, the limit x tends to 0 cos x by 1 is equal to 1. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡെറിവ് ചെയ്താൽ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെയും 0/0 ഫോം ആണ് കിട്ടുന്നതെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അത് എപ്പോഴാണോ 0/0 ഫോം അല്ലാതെ അല്ലെങ്കിൽ ഇൻഫിനിറ്റി അല്ലാതെ കിട്ടുന്നത് അതുവരെ അതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, നമുക്ക് മാക്സിമം നമുക്കിപ്പോ ഇവിടെ നമുക്ക് ഒരട്ടം കിട്ടി, ചില ക്വസ്റ്റ്യൻ ഇപ്പൊ നമുക്ക് 2-3 വട്ടമൊക്കെ ചെയ്യേണ്ടി വരും കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ അല്ലെ, ശ്രദ്ധിക്കാം. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ബൈ ഇ റേസ് ടു എക്സ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ഇൻഫിനിറ്റി ഫോം ആണ് വരിക. ഇപ്പൊ നമ്മൾ എൽ ഹോപ്പിറ്റാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1ഉം ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് തന്നെയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ചെയ്ത് കഴിയുമ്പോൾ 1/e റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 1/e റേസ് ടു എക്സ് എന്ന് കളിക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കാം. നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റ് the x tends to infinity 1/e raised to x is equal to 0 എന്നൊരു ഫോമിലായിരിക്കും അത് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ ഈ ഒരു മൊഡ്യൂളിലത്തെ ഫസ്റ്റ് 2 ടോപ്പിക്കുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കാം. അപ്പൊ നമുക്ക് ഒരു ഉദാഹരണം കൂടി ഒരു 2 ക്വസ്റ്റ്യൻ ഞാൻ തരാം ഇതിന്ന് ഹോപ്പിറ്റാസ് റൂളിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ.
ക്വസ്റ്റ്യൻ എഴുതത്തോളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 tan എക്സ് മൈനസ് എക്സ് ബൈ എക്സ് ക്യൂബ്. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി log എക്സ് ബൈ എക്സ് റൈസ് ടു 1/3. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 ക്വസ്റ്റ്യൻസിലൂടെയും ചെയ്തിട്ട് അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.